ഇന്നത്തെ പാഠത്തിന്റെ പേരെന്താണ്? ഇത്തിരി പൂവേ കുരുന്ന പൂവേ. മഴയും നോക്കി തിണ്ണയിലിരിക്കുമ്പോൾ തൊട്ടടുത്ത് മരക്കൊമ്പിൽ ഒരു പക്ഷി തണുത്തു വിറച്ചിരിക്കുന്നു. ഭംഗിയുള്ള ചിറകുകൾ ഇടയ്ക്കിടയ്ക്ക് കുടയുന്നു. എന്നെപ്പോലെ മഴക്കാഴ്ച പക്ഷിക്കും ഒരു രസം തന്നെ. ഈ ചിത്രത്തിൽ നിന്ന് എന്തൊക്കെ കാഴ്ചകളാണ് നിനക്ക് ഇഷ്ടപ്പെട്ടത്? ആ പക്ഷി നോക്കുന്നതും, ആ മരത്തിൽ വെള്ളം വീഴുന്നതും, മരത്തിൽ നിന്ന് വെള്ളം വീഴുന്നതും, ആ വെള്ളം തറയിലോട്ട് വീഴുന്നതും, ആ കുട്ടി നോക്കുന്നതും. ഓക്കെ, ഇനി അമ്മയുടെ ഒരു കാഴ്ചപ്പാട് പറയാം. ആകാശത്ത് നിന്ന് മഴത്തുള്ളികൾ വരി വരിയായിട്ട് മണ്ണിൽ പതിക്കുന്നു. കണ്ടോ? ആ ചിത്രത്തിൽ കണ്ടോ? മഴയത്ത് തണുത്തു വിറങ്ങലിച്ചു മരക്കൊമ്പിലിരിക്കുന്ന പക്ഷിയുടെ ചുണ്ടിൽ നിന്നും മഴത്തുള്ളികൾ താഴെ വീഴുന്നു. മഴയെയും പ്രകൃതിയെയും ആസ്വദിക്കുന്ന കുഞ്ഞു കുട്ടിയെയും ഇഷ്ടമായി. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും എന്തിനെ ആശ്രയിച്ചാണ് കഴിയുന്നത്? മണ്ണിനെ ആശ്രയിച്ചാണ് കഴിയുന്നത്. മണ്ണില്ലെങ്കിൽ ചെടികൾ വളരുമോ? ആ മണ്ണ് എന്തൊക്കെ സ്വപ്നങ്ങളാവും കാണുന്നുണ്ടായിരിക്കുന്നത്. ഈ മനുഷ്യർ എന്താ ചെടിയൊന്നും നട്ടുപിടിപ്പിക്കാത്തത്? എന്നിട്ട് ഈ വേനൽക്കാലത്ത് ഒരു തുള്ളി വെള്ളം പോലും ഞങ്ങൾക്ക് തരാത്തത് എന്താ? അതൊക്കെ ആയിരിക്കും അല്ലേ സ്വപ്നം കാണുന്നത്. ഇനി അമ്മ എഴുതിയ ഒരു സ്വപ്നം വായിച്ചു തരട്ടെ. മേഘം കറുത്തിരുണ്ട് വരുന്നുണ്ട്. അതാ പുതുമഴ എൻ്റെ ശരീരത്തിൽ വീണു തുടങ്ങി. ഈ വെള്ളത്തിന് എന്ത് തണുപ്പാണ്! എത്ര ദിവസമായി കുളിച്ചിട്ട്. എൻ്റെ പുറത്ത് കിടന്ന ആ വിത്തും ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ട്. 2 ദിവസം കഴിയുമ്പോൾ അത് വളർന്നു വരും. എൻ്റെ കൂട്ടുകാരിൽ പലരും ഒഴുകി പോകുന്നുണ്ട്. പക്ഷേ വെള്ളം കണ്ടപ്പോൾ അവരും സന്തോഷത്തിലാണ്. മനുഷ്യർ ഈ വെള്ളത്തെ ശേഖരിച്ചിരുന്നെങ്കിൽ വേനൽക്കാലത്ത് നമുക്കും പ്രയോജനപ്പെട്ടേനെ. ഞാനും വെള്ളവും ഇല്ലെങ്കിൽ ഈ ചെടികൾ ഈ ഭൂമിയിൽ ഉണ്ടാകുമായിരുന്നോ? ഇതൊന്നും മനുഷ്യരെന്തേ മനസ്സിലാക്കാത്തത്? ഇത്തിരി പൂവേ കുരുന്നു പൂവേ എന്ന പാഠത്തിൻ്റെ ആദ്യത്തെ ഭാഗമാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. അടുത്ത വീഡിയോ ഉടൻ വരും. എല്ലാവരും കാണുക.